ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമുക്ക് വിഷുവിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. അപ്പം ഇന്ന് ഞങ്ങളിവിടെ കുറച്ച് മലയാളീസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലാണ് ഓരോ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പഴപ്പച്ചടിയും ബീട്രൂട്ട് പച്ചടിയും സാമ്പാറുമാണ്. സാമ്പാർ പിന്നെ നന്ദു ഉണ്ടായതുകൊണ്ട് എനിക്ക് സാമ്പാറിൻ്റെ പണിയില്ല, എനിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയത്തില്ല. നന്ദു നല്ല സൂപ്പർ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാം, നല്ല കുറുകിപ്പോയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഞാനതിൻ്റെ ബീട്രൂട്ട് കുക്കറിനകത്ത് വെച്ച് പിന്നെ ഞാനിപ്പോൾ കണ്ണനുണ്ണിക്കും എനിക്കും അപ്പം ചുടുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചായ കുടിക്കണം. ഞാൻ ഇപ്പോൾ എണീറ്റത് ഇപ്പോൾ 9 മണിയൊക്കെ എന്തോ ആയിട്ടുണ്ട്. കണ്ണനുണ്ണി ഇവിടെ കുരുത്തക്കേട് അവൻ്റെ നടക്കുവാണ്. കണ്ണ ധാരാ കണ്ണ കഴിയിരിക്കുന്ന ഹാത്തി പറഞ്ഞേ, ഹാത്തി. അങ്ങനെ സത്യം പറഞ്ഞാൽ നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പം എന്ത് രസമായിരുന്നു. ഫുഡിന്റെ മുന്നിൽ ഇരുന്നാൽ മതി. ഇവിടെ ഇപ്പൊ നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കണം. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ഇന്നലെ കേരള സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു. നാട്ടിലെ ഓരോ സാധനങ്ങളുടെ വില ഇവിടെ കേൾക്കുമ്പോൾ സത്യം പറയാനല്ല ഭയങ്കര അത്ഭുതം തോന്നുക. ഒരു ഏത്തക്ക മേടിച്ചു, കാരണം ഏത്തക്ക പച്ചടി ഉണ്ടാകണം. ഇവിടെ ഏത്തക്ക ഒന്നും കിട്ടാറില്ല, ഇവിടെ റോബസ്റ്റ മാത്രമേ കിട്ടാറുള്ളൂ. അപ്പം ഏത്തക്കയ്ക്ക് 1 കിലോയ്ക്ക് എനിക്ക് ഒന്ന് 100-120 കണ്ട. നാട്ടിൽ അത്രയൊന്നും ആവത്തില്ല. അങ്ങനെ നല്ല റേറ്റ് ഉണ്ട്. ഒരു ചെറിയൊരു വെള്ളരി മേടിച്ചു കണി വെക്കാനായിട്ട്, അതിന് മേടിച്ചപ്പോൾ 100 രൂപ. നമ്മുടെ നാട്ടിലൊരു കിറ്റുണ്ട്, കണിക്കിറ്റിന് തന്നെ 100 രൂപയേ ഉള്ളൂ. എന്താല്ലേ, ഇവിടെ വരുമ്പോഴാണ് ഓരോന്നിൻ്റെ ഇങ്ങനത്തെ വിലകളൊക്കെ അറിയുന്നത്. ഇനി ഞാൻ സെറ്റ് സാരി ഉടുക്കാനൊരു പ്ലാൻ ഉണ്ട്. ഒരു സാരി കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കട്ടെ. ഇതൊക്കെ ഉണ്ടാക്കി വന്നിട്ട് ഇനി വേറൊന്നും ഉണ്ടാക്കണ്ട, ഓരോരുത്തരുടെ വീട്ടിലാണ് ഓരോന്നും ഉണ്ടാക്കുക. അപ്പം എന്നിട്ട് നേരത്തെ അങ്ങോട്ട് പോകണം. കണ്ണനുണ്ണിക്ക് ഫുഡ് കൊടുത്തിട്ട് അവനെ റെഡി ആക്കണം, എനിക്ക് റെഡി ആവണം. അപ്പം നമുക്ക് ബാക്കി വീഡിയോ വഴിയേ കാണാം. ടാറ്റാ. നമ്മൾ എന്തെങ്കിലും ധൃതിയിൽ ചെയ്യാൻ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പണികൾ വരും. ഞാൻ പാല് കാച്ചാൻ വെച്ചിട്ട് അപ്പുറത്തോട്ട് എന്തോ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് പാല് തിളച്ച് പോയി. അതൊക്കെ സത്യം പറയാലോ, ഇങ്ങനെ ധൃതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ദേഷ്യവും, അയ്യോ വേറെ ആരുമില്ല നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും. നന്ദു ഇനിയിപ്പം 1-1:30 ആകുമ്പോഴത്തേക്കേ വരത്തുള്ളൂ. ഫുഡ് കഴിക്കാൻ ടൈം ആകുമ്പോഴേ നന്ദു വരത്തുള്ളൂ. ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്ത് ഇനി പിന്നെ കണ്ണനുണ്ണിക്ക് ഫുഡ് കൊടുക്കുന്നതാണ് അടുത്ത ടാസ്ക്. ഇനി അവനൂടെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പച്ചടിയും മറ്റേ ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ കണ്ണന് ഫുഡ് കൊടുത്തു കഴിഞ്ഞ് ഞാനും അതിൻ്റെ ഗ്യാപ്പിൽ ഒരപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തീർന്നായിരുന്നു. അങ്ങനെ പഴപ്പച്ചടിയും റെഡി ആയിട്ടുണ്ട്, ബീട്രൂട്ട് പച്ചടിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കണ്ണനുണ്ണിയെ ഫ്രഷ് ആക്കണം, എനിക്ക് ഫ്രഷ് ആവണം, ഇനി ഡ്രസ്സൊക്കെ മാറണം. അപ്പോഴത്തേക്ക് കുഞ്ഞിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു, അവന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ സാരി ഉടുക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു. കാരണം സെറ്റും മുണ്ടുമായിരുന്നു. അപ്പം മുണ്ട് ഉടുക്കേണ്ടത് ഞാൻ തിരിഞ്ഞു പോയി, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി. അതൊക്കെ പിന്നെ ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദു വന്നു. പിന്നെ നന്ദു റെഡിയായി. സാമ്പാർ നന്നായിട്ട് കുറുകിപ്പോയതുകൊണ്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് സെറ്റാക്കി. പിന്നെ എല്ലാം ഫുഡൊക്കെ പാക്ക് ചെയ്ത് കാറിൽ വെച്ചു. ഞങ്ങൾ എന്നിട്ട് വണ്ടിയിലോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് നന്ദു വണ്ടി വളച്ചിട്ടൊക്കെ വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായി. ഒരു നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി. ഇവിടെ അമ്പലമുണ്ട്, പക്ഷെ നമ്മൾക്ക് നന്ദുവിൻ്റെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അതിനുള്ള ടൈമില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ സൗമ്യ ചേച്ചിയുടെ അങ്ങോട്ടൊക്കെ വന്ന് അപ്പോഴത്തേക്ക് അവിടെ ഫുൾ ജോലിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എന്തൊക്കെയോ സ്നാക്സൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്ക് പാറു ചേച്ചിയും വന്നു. അപ്പം 3 ഫാമിലി വന്ന സ്ഥിതിക്ക് പിന്നെ രതീഷ് ചേട്ടൻ മുണ്ടൊന്നും ഉടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പറഞ്ഞ് പോയി പിന്നെ മുണ്ടൊക്കെ ഉടുത്തുകൊണ്ട് വന്ന്. കണ്ണനുണ്ണി പിന്നെ അവിടെ കിടന്ന് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. കണ്ണനുണ്ണിക്ക് കളിക്കാൻ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് പാറു ചേച്ചിയുടെ നാത്തൂൻ. ചേച്ചി ഇപ്പം ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, 2 ദിവസമായി വന്നിട്ട്. അങ്ങനെ പിന്നെ ഫുൾ ഫുഡെല്ലാം വിളമ്പി ഓരോരുത്തരുടെ വീട്ടിലായിരുന്നു ഓരോരോ ഫുഡുകൾ ഉണ്ടാക്കുക. സൗമ്യ ചേച്ചി ഉണ്ടാക്കിയത് ചോറും പരിപ്പും പപ്പടവും ഒക്കെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ നോൺ വെജ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിന്ന് നോൺ വെജ് എല്ലാമായിട്ടാണ് ഇന്ന് വിഷു ആഘോഷിച്ചത്. പിന്നെ പാറു ചേച്ചി അവിടെ നിന്ന് അവിയൽ, തോരൻ, പുളിശ്ശേരി പിന്നെ അച്ചാറൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ എല്ലായിട്ടും നല്ല രീതിയിലുള്ള ഒരു വിഷു ആയിരുന്നു ഇപ്പം ആഘോഷിച്ചത്. നാട്ടിലില്ലാഞ്ഞപ്പം വിഷു ആഘോഷമൊന്നും നടക്കത്തില്ലെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ വിചാരിച്ചതിലും കാട്ടി അടിപൊളിയായിട്ട് നടന്നു. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.